കാസർഗോഡ് മൊഗ്രാലിൽ യുവാവിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ 6 പ്രതികൾക്കും ജീവപര്യന്തം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഇതാണ് വിധി. പ്രതികൾക്ക് 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 2017 ഏപ്രിൽ 30-നാണ് പേരാൽ സ്വദേശി അബ്ദുൽ സലാമിനെ പ്രതികൾ കൊലപ്പെടുത്തിയത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അരുൺ, വിധിയുടെ കൂടുതൽ വിവരങ്ങൾ. പ്രവിധ 2017 ഏപ്രിൽ 30-ന് നടന്ന അതിക്രൂരമായ കൊലപാതകം കാസർഗോഡ് പേരാൽ സ്വദേശിയായിട്ടുള്ള യുവാവിനെ, അബ്ദുൽ സലാം എന്ന യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അതിനുശേഷം തല ഉപയോഗിച്ച് ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടി എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് അത്രത്തോളം ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത്. 7 വർഷത്തിന് ശേഷമാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറഞ്ഞിട്ടുള്ളത്. ആകെ 8 പ്രതികളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ 2 പ്രതികളെ, അതായത് ഈ പ്രധാനപ്പെട്ട കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പ്രതികളെ സഹായിച്ചിട്ടുള്ള മറ്റ് 2 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. മറ്റ് മുഖ്യപ്രതികളായിട്ടുള്ള 6 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇത് നിയമവിരുദ്ധമായ മണൽ വാരലുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത തർക്കവും അതിൽ ഉണ്ടായ വൈരാഗ്യവുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തി കുറ്റപത്രം നൽകിയത്. ഈ കൊല്ലപ്പെട്ട അബ്ദുൽ സലാം കൊലക്കേസ് പ്രതിയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിപ്പട്ടികയിലുള്ള ആദ്യ 2 പ്രതികൾ, ഈ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള 2 പ്രതികളും നേരത്തെ കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് എന്നതുകൂടി നമുക്ക് ലഭിക്കുന്നു. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിലാണ് 7 വർഷത്തിന് ശേഷം ജീവപര്യന്തം ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.